ഒരു സിനിമയിലൂടെ വീണ്ടും ചർച്ചയാകുകയാണ് ഗുജറാത്ത് കലാപം എന്ന വിഷയം. കഴിഞ്ഞ ദിവസം റിലീസായ മോഹൻലാൽ, പൃഥ്വിരാജ്, മുരളി ഗോപി കൂട്ടുകെട്ടിലെത്തിയ എമ്പുരാൻ എന്ന സിനിമ ഇന്ന് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. സിനിമ പ്രമേയമാക്കിയ വിഷയം തന്നെയാണ് അതിന് പ്രധാന കാരണവും. രാജ്യത്തെ തീവ്ര വലത് വർഗീയ രാഷ്ട്രീയത്തെ ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നുണ്ട്. സിനിമ പ്രമേയമാക്കിയ വിഷയമായ ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ആക്കുന്നത്. സിനിമ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതാണ് ഇന്ന് ചർച്ചയാകുന്നത്. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഗുജറാത്ത് കലാപത്തിന്റെ തുടക്കം ഏവർക്കും അറിയുന്നത് പോലെ തന്നെ ഗോദ്ര ട്രെയിൻ തീപിടുത്തം തന്നെയായിരുന്നു. ഗോദ്ര സംഭവം ഒരു ആകസ്മിക തീപിടുത്തമാണോ അതോ സംഘടിത ആക്രമണമാണോ എന്നുള്ളത് ഇന്നും വിവാദമായിട്ടുള്ള ഒന്നാണ്. ഗോദ്രയുടെ പ്രതികാര ആക്രമണമായിരുന്നു ഗുജറാത്ത് കലാപം. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇന്നും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. 2002 ഫെബ്രുവരി 27 അയോധ്യയിൽ നിന്നും തീർത്ഥാടകരുമായി വരുന്ന സബർമതി എക്സ്പ്രസ് ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ചായ വിൽക്കാൻ വേണ്ടി വന്ന ഒരു പയ്യൻ. ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എന്ന് പറഞ്ഞാൽ മുസ്ലിം കുടിയേറ്റക്കാർ ധാരാളം വസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെയുള്ള മുസ്ലിമുകളുടെ ജീവിതം റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന യാത്രക്കാർക്ക് ഇല്ലീഗലായിട്ട് ഭക്ഷണം വിൽക്കുക എന്നുള്ളതാണ്. അതായത് ചായ, വെള്ളം, ചെറുകടികൾ തുടങ്ങിയൊക്കെ വിൽക്കുന്നതാണ്. ഇതാണ് അവരുടെ ഉപജീവന മാർഗം. പക്ഷെ ഇല്ലീഗൽ ആണെങ്കിലും കൂടി റെയിൽവേ അത് കണ്ണടച്ചു പോയിരുന്നു. കാരണം എന്താണ്? ഇവരുടെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഇതാണെന്ന്. അതിനാൽ റെയിൽവേ ഇതിൽ തലയിടുകയൊന്നും ചെയ്യില്ലായിരുന്നു. ഒരു ചായ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ചെറിയ തർക്കം ചെന്നെത്തിച്ചത് വലിയ കലാപത്തിലേക്കാണ്. ഹിന്ദു തീർത്ഥാടകർ മുസ്ലിം പയ്യനിൽ നിന്ന് ലഭിച്ച ചായയിൽ നിന്ന് തുടങ്ങിയ തർക്കം. അന്ന് ഈ മുസ്ലിം കച്ചവടക്കാരെല്ലാം തൊപ്പി ധരിക്കുമായിരുന്നു. എന്തായാലും ഒരു ചായ വിഷയത്തെ തുടർന്ന് സ്റ്റേഷനിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി കുതിച്ചു ചാടി വന്ന് കലഹമുണ്ടാക്കി. അതിനുശേഷം സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ മൂവ് ചെയ്ത് 1/2 കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ട്രെയിനിനുള്ളിൽ നിന്നും ആരോ ചങ്ങല വലിക്കുകയുണ്ടായി. പിന്നീട് ഒരു കൂട്ടം മുസ്ലിം കമ്മ്യൂണിറ്റി A6 കമ്പാർട്ട്മെന്റിലേക്ക് അടുക്കുകയായിരുന്നു. ആദ്യം കമ്പാർട്ട്മെന്റിന് നേരെ തുരുതുര കല്ലേറുകളായിരുന്നു. എന്നാൽ എല്ലാവരും ഗ്ലാസും ഷട്ടറുകളും താഴ്ത്തിയതിനു ശേഷം അവിടെ ഉണ്ടായത് അവിശ്വസനീയമായ കാര്യങ്ങൾ മാത്രമായിരുന്നു. 1000-ന് മുകളിൽ യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന ട്രെയിനിൽ A6 കമ്പാർട്ട്മെന്റ് തീഗോളമായി മാറി. 59 പേർ വെന്തു മരിച്ചു. അതിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ ഉണ്ടായിരുന്നു. തീയിടുന്നവരെ കണ്ടവരില്ല. എന്നാൽ ആക്സിഡന്റ് സംഭവിച്ചതാണോ എന്ന് പറഞ്ഞാൽ അതിനും ഉത്തരമില്ല. അത് ഇന്നും ആർക്കും അറിയില്ല എന്ന് പറയാം. പക്ഷെ ഇത് ഒരിക്കലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായതുമല്ല. കാരണം പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പുറത്ത് സൃഷ്ടിക്കപ്പെട്ട സംഭവമാകാം. അതല്ലെങ്കിൽ ട്രെയിൻ അല്ലാതെ തീ പിടിച്ചതാകാം. എന്തായാലും അത് ഇന്നും ഒരു ഹിഡൻ ആയി കിടക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഗുജറാത്ത് കലാപം ഒരു പക്ഷേ 1947 വിഭജന കലാപങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ സംഭവിച്ച ഏറ്റവും മോശം വംശീയ കലാപമായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റികൾ തമ്മിലുണ്ടായ രൂക്ഷമായ കലാപം. ആ കലാപത്തിൽ 1000-ലധികം പേർ, ഏറ്റവും കൂടുതൽ മുസ്ലിമുകൾ കൊല്ലപ്പെട്ടു. 790 മുസ്ലിമുകളും 254 ഹിന്ദുക്കളും ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 1,50,000 മുസ്ലിമുകൾ ഗുജറാത്തിൽ നിന്നും പലായനം ചെയ്തു. മുസ്ലിം സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിൽ ബലാത്സംഗം നടന്നു. ഗർഭിണികളെ പോലും വെറുതെ വിട്ടില്ല എന്ന് ഉള്ളതാണ്. ഗോദ്ര സംഭവത്തിന്റെ പകയിൽ നിന്നുമുണ്ടായ കലാപമാണ് ഗുജറാത്ത് കലാപം. ഇതും ഒരിക്കലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുണ്ടായതുമല്ല. പക്ഷേ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഹിംസയെ നിയന്ത്രിക്കാൻ പരാജയപ്പെട്ടു എന്നതാണ് ഏറ്റവും വലിയ ആരോപണം. ഹിന്ദു ഭീകരവാദികളെ സർക്കാർ പിന്തുണച്ചു എന്നതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. 2002 ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അന്വേഷിച്ച പ്രധാന കമ്മീഷനുകളിലെ ഒന്ന് 4ാമത് കമ്മീഷനായിരുന്നു. 2002 തുടങ്ങിയ അന്വേഷണം 2014 വരെ, അതായത് 12 വർഷം നീണ്ടുനിന്നു. ഈ കമ്മീഷനെ നിയോഗിച്ചത് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കെയുള്ള സർക്കാരായിരുന്നു. ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 2014 നവംബർ 18. ഈ റിപ്പോർട്ടിൽ അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ് ഗോദ്ര ട്രെയിനിൽ ഉണ്ടായ തീപിടുത്തം പ്രീ പ്ലാൻ കോൺസ്പിറൻസി ആയിരുന്നു എന്നാണ്. അതായത് സംഘടിതമായ കുത്തിത്തിരിയൽ. ഇതിൽ നരേന്ദ്രമോദിയോ മന്ത്രിമാരോ കലാപത്തിൽ പങ്കുണ്ടായതിൽ തെളിവില്ല. അതുപോലെ മുസ്ലിം സംഘടനകൾ നൽകിയ ആരോപണങ്ങൾ എല്ലാം തള്ളി. പക്ഷെ ഇതിൽ VHP അതുപോലെ ബജ്രംഗ് ദൾ എന്നിവയുടെ പങ്ക് ഉണ്ടായതായിട്ട് കണ്ടെത്തി. അടുത്തത് SIT, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഈ സമിതിയെ നിയോഗിച്ചത് സുപ്രീം കോടതിയാണ്.
2010 ഇത് നിയോഗിച്ചത്. ഇതിൽ നരേന്ദ്രമോദിക്കെതിരെ കുറ്റകരമായ പ്രവർത്തനങ്ങൾ ചെയ്തതിനുള്ള തെളിവ് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ മോദി രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമിക്കസ് ക്യൂറിയർ റിപ്പോർട്ട്, അതായത് രാഘവൻ കമ്മിറ്റിയെ നിയോഗിച്ചതും സുപ്രീം കോടതി തന്നെയാണ്. അത് 2008 അവരുടെ പ്രധാന കണ്ടെത്തലുകൾ ഔദ്യോഗിക സംഖ്യ 790 ആണെങ്കിലും 2000-ലധികം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. 21 ജില്ലകളിൽ സംഘടിതമായ ആക്രമണം നടന്നിട്ടുണ്ട്. പോലീസും ഭരണകൂടവും ഇതിനെ അനുകൂലിച്ചു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ പല റിപ്പോർട്ടുകളും വന്നിട്ടുമുണ്ട്. അതിലെല്ലാം സംഘടിത വംശഹത്യയാണെന്നും നരേന്ദ്രമോദി കുറ്റക്കാരനാണെന്നുമുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് കലാപവും, അതായത് ഗോദ്ര കലാപവും ഗുജറാത്ത് കലാപവും ഗൂഢാലോചനയുടെ പുറത്തുണ്ടായതല്ല. പകരം ഒരു പ്രകോപനാടിസ്ഥാനത്തിൽ ഒരു കലാപം നടന്നപ്പോൾ അതിന് പ്രതികാരമായി നടന്ന വംശഹത്യയായിരുന്നു ഗുജറാത്ത് കലാപം. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സമൂഹത്തിൽ നടന്നിട്ടുള്ള പല ആക്രമണങ്ങളും പല യഥാർത്ഥ സംഭവങ്ങളും സിനിമകളിൽ വന്നിട്ടുണ്ട്. യഥാർത്ഥ കണ്ടെത്തലുകൾ ആണ് സിനിമ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇനി ഗോത്ര തീപിടുത്തവും ഗുജറാത്ത് കലാപവും എല്ലാം ജനത്തിന് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം സത്യവുമാണ്. പക്ഷെ പരസ്യമായി പറയാൻ ആരും ധൈര്യം കാണിക്കില്ല എന്ന് മാത്രം. സിനിമ ആ വിഷയത്തെ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്ന സംഭവമാണ്. റിപ്പോർട്ടുകളും ഫൈൻഡിങ്സുകളും അനുകൂലമായത് കൊണ്ടാണ് ആ സിനിമയിൽ അക്കാര്യം പരാമർശിച്ചു കാണുക. എന്തായാലും ഗുജറാത്ത് കലാപത്തെ വീണ്ടും ജനങ്ങളിൽ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സിനിമ ചെയ്തത്.